നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ എടുക്കേണ്ട ഒരു ഡയറ്റിനെ കുറിച്ചിട്ടാണ്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഈ PCOD, ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങളാണ്. അപ്പം അതിൻ്റെ ഗ്രേഡും കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസും എല്ലാം നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം നിങ്ങൾ സ്വയം ഡയറ്റ് എടുക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കണം. ചില കണ്ടീഷനിലാണെങ്കിൽ മെഡിസിൻസ് അത്യാവശ്യമായിരിക്കും. അത്തരം കണ്ടീഷനിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിസിൻസ് ഫോളോ ചെയ്യേണ്ടി വരും. പക്ഷാണെങ്കിൽ നമുക്കൊരു ഡയറ്റ് മാത്രം മതി. അപ്പോൾ ഈ ഒരു ഡയറ്റ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ കരൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഗന് ചുറ്റും എന്ത് വരുന്നു? കൊഴുപ്പ് അടിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ശരീരത്തിൽ ഒരുപാട് സിംറ്റംസ് കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് സ്കാൻ ചെയ്യുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ശരീരം തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ച് തന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്തു കഴിഞ്ഞു, നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോകുമ്പോഴാണ് ഇതെന്താവുന്നത്, ഒരു കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോകുന്നത് അല്ലേ. ഫാറ്റി ലിവറൊക്കെ നിങ്ങൾ സിറോസിസ് എത്തി അല്ലെങ്കിൽ ഗ്രേഡ് 3 കടന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടാവും. അപ്പം അതെന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ഫാറ്റി ലിവറുള്ള പേഷ്യൻസ് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെ കഴിക്കണം, അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ബ്രീഫായിട്ട് പറയുമ്പോൾ നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് മീറ്റ് നമ്മൾ അടുപ്പിക്കാനേ പാടില്ല. റെഡ് മീറ്റ് കഴിക്കരുത് നിങ്ങൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത്. ഡയറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലും റെഡ് മീറ്റ് കഴിക്കരുത്. കാരണം നമ്മുടെ ലിവറിൻ്റെ ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയുന്നതിന് കാരണമാക്കുന്ന ഒന്നാണ് ഈ ബീഫും മട്ടനും പോർക്കൊക്കെ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും വളരെയധികം ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്ന ആളുകളിലും തന്നെയാണ് ഇത്തരം ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങൾ കാണുന്നത്. അപ്പം അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, റെഡ് മീറ്റ് ഒഴിവാക്കണം. പിന്നെ പഞ്ചസാര എന്ന് പറയുന്നത്, വൈറ്റ് ഷുഗർ എന്ന് പറയുന്നത് ശരിക്കും വൈറ്റ് പോയിസൺ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വൈറ്റ് പോയിസൺ നമ്മുടെ ലിവറിന് ചുറ്റും എന്ത് ഉണ്ടാക്കുന്നു? കൊഴുപ്പിന് കൂടുതലായിട്ടും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാത്രം ഡയറ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ്, കാരണം പലരും വൈറ്റ് ഷുഗർ, ഇപ്പം നിങ്ങൾ ചായയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചായയിൽ പഞ്ചസാര വരുമല്ലോ, അപ്പോൾ നമ്മളത് പഞ്ചസാര ഇടുന്നില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റംസ് കഴിക്കുന്നുണ്ടാവും. ഈ ബേക്കറി ഐറ്റംസിലൂടെ തന്നെ നമ്മുടെ ബോഡിയിൽ എന്തെത്തി? പഞ്ചസാര എത്തി. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം. അപ്പം ചായയിൽ കുറച്ച് പഞ്ചസാര ഇട്ടെന്ന് എത്തിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ ചായ പഞ്ചസാര ഇടാതെ കുടിക്കുകയും ചെയ്യും, നന്നായിട്ട് ബേക്കറി ഐറ്റംസ് കഴിക്കും, അല്ലെങ്കിൽ എണ്ണക്കടികൾ നന്നായിട്ട് കഴിക്കാം. അത് വലിയ രീതിയിൽ തന്നെയാണ് ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്നത്. അപ്പം നമുക്ക് കഴിക്കുന്ന സമയത്ത് തന്നെ പലർക്കും അറിയാം ഇതെനിക്ക് പ്രശ്നമാണ്, ഇതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ബോഡിയിൽ നിന്ന് ഉള്ളൊരു കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. പക്ഷേ നമുക്ക് ആ ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം, നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഓവറായിട്ട് കഴിക്കുന്നത്, അസുഖങ്ങൾ വരുത്തി വയ്ക്കുന്നതും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഭക്ഷണമൊന്നും ഒരു കൺട്രോൾ, അതായത് ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ കഴിക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു കൺട്രോൾ വേണം. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കൺട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറേ അധികം കാലം ഇങ്ങനെ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാതെ. അപ്പോൾ രാവിലെ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഗ്രീൻ ടീ. ഒരു ദിവസം 2 കപ്പോളം ഗ്രീൻ ടീ ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് എടുക്കാം. അപ്പോൾ ഏർലി മോർണിംഗ്, അതായത് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങളെ വെറും വയറ്റിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അത്ര വിശന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരു 5 ആൽമണ്ട് അഥവാ ബദാമും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഫാറ്റി ലിവറുള്ള ആളുകളോട് നമ്മൾ അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് പ്രത്യേകം നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രേഡ് നോക്കിയിട്ട് ഫസ്റ്റ് ഒരു ഗ്രേഡ് നല്ല കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അരിയാഹാരമേ നമ്മൾ കൊടുക്കുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഗ്രേഡ് 1 and 2 കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനെ തന്നെ നിങ്ങളൊന്ന് ലിമിറ്റ് ചെയ്താൽ മതി, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഒന്ന് കുറച്ചാൽ മതി. പിന്നെ മുട്ട കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മുട്ട നമുക്ക് ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കൊടുക്കാം, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. നിങ്ങൾ ഒരു മുട്ടയിൽ കൂടുതൽ എടുക്കുമ്പോൾ ആ എഗ്ഗിൻ്റെ യോക്ക് പാർട്ട് കുറച്ച് കൊഴുപ്പുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വൈറ്റ് പോർഷൻ മാത്രമാണെങ്കിൽ ആ രീതിയിൽ എടുക്കുക. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇപ്പോൾ ചെറുപയറോ കടലയോ അങ്ങനെ മുതിരയോ വൻപയറോ അങ്ങനെ അതൊക്കെ നമുക്ക് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ അത് മുളപ്പിച്ചിട്ട് പുഴുങ്ങിയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്കതിൻ്റെ കൂടെ കുറച്ച് എന്ത് ചെയ്യാം, ഇപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാണെങ്കിൽ അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് നിങ്ങൾക്ക് രാവിലെ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ റാഗി കൊണ്ടുള്ള ദോശകളോ
ആ രീതിയിൽ നമുക്ക് കഴിക്കാം. റാഗി ഐറ്റംസുകൾ അല്ലെങ്കിൽ മില്ലറ്റ്സിൽ ഒരുപാട് വരുന്നുണ്ട്, ചാമ, തിന, യവ, കുതിരവാലി. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും ഐറ്റംസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം, പ്രിപ്പറേഷൻസ് ഉണ്ടാക്കി കഴിക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഓവർനൈറ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഓട്സ് കഞ്ഞി പോലെ ആക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഉപ്പുമാവ് നമുക്ക് എടുക്കാം, ഒരു ഓപ്ഷനാണ് ഉപ്പുമാവ്. ഒരുപാട് വെജീസ് ആഡ് ചെയ്തിട്ട് ഉപ്പുമാവ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. പിന്നെ 10 മണിയാവുന്ന സമയത്ത് നമുക്ക് എന്ത് കഴിക്കാം, ബട്ടർ മിൽക്ക് നല്ലൊരു ഓപ്ഷനാണ് അവർക്ക്. പക്ഷേ ബട്ടർ മിൽക്കിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം. നിങ്ങൾ ഇഞ്ചി ആഡ് ചെയ്യുന്നതും കറിവേപ്പില ആഡ് ചെയ്യുന്നതും ചെറിയുള്ളി ആഡ് ചെയ്യുന്നതും എല്ലാം തന്നെ ഈ ഒരു ലിവറിന് നല്ലതാണ്. പിന്നെ ഒരു ഉച്ചയ്ക്ക് റൈസ്, വളരെ ലിമിറ്റഡ് ആയിട്ട് റൈസ് എടുക്കാം, പക്ഷെ അത് ഒഴിവാക്കാനും നമുക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ് നല്ലൊരു സോസ്, നമുക്ക് ചപ്പാത്തി എടുക്കാം, അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് മാംസത്തിന് ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഫിഷ് എടുക്കാം, ഓക്കെയാണ്, പക്ഷേ ചിക്കൻ ആണെങ്കിലും എല്ലാ ദിവസവും വേണ്ട. ഫാറ്റി ലിവറുള്ള ആളുകൾ എല്ലാ ദിവസവും ചിക്കൻ ഓപ്ഷനായിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ 1 മാസം കൊണ്ട് നമുക്ക് 4 മുതൽ 12 കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം. ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. 1 മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് വെജ് കറിയും അതുപോലെ തന്നെ തോരനും ഇങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുക്കാം. ഒരു ഈവനിങ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ചായ, ബ്ലാക്ക് കോഫിയാണ് ഏറ്റവും ബെസ്റ്റ്. ഗീ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ബുള്ളറ്റ് പ്രൂഫ് കോഫി ആയിട്ട് എടുക്കാം. അതിന് കൂടെ നമുക്ക് എണ്ണക്കടികളല്ലാത്ത ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരങ്ങളാണെങ്കിൽ ചെറിയ അളവിൽ മാത്രം എടുക്കുക. ബേക്കറി ബിസ്ക്കറ്റ്സുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ രാത്രി ആകുന്ന സമയത്തും ചപ്പാത്തിയാണ് നല്ലത്, അല്ലെങ്കിൽ മില്ലറ്റ്സ് കൊണ്ട് കഞ്ഞി, അല്ലെങ്കിൽ റാഗി കഞ്ഞി എടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം, മധുരമില്ലാത്ത ഫ്രൂട്ട്സുകൾ സെലക്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫാറ്റി ലിവർ ഉള്ള ആളുകൾ ഒരു ദിവസം ഫോളോ ചെയ്യേണ്ട ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ട്, ഒരു നല്ലൊരു ഡയറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.